പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പുണ്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നുവല്ലോ. ഈ നാളുകളിൽ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരമ്പര നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ആരാണ് ഭാഗ്യവാൻ? വേദപുസ്തകം ആരെയാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് എന്ന മനോഹരമായ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പരമ്പരകളായി നാം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ഇടവേളകൾ അതിന് വരുന്നുണ്ടെങ്കിലും ആ വിഷയത്തിൻ്റെ പരിപൂർണതയിൽ വരെ ഒരുമിച്ച് സഞ്ചരിപ്പാൻ ദൈവം വീണ്ടും നമുക്ക് അവസരം തരികയാണ്. ഇന്ന് വീണ്ടും നാം ഈ ചോദ്യം ചോദിക്കുമ്പോൾ മറ്റൊരു മറുപടി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 12-ാം അധ്യായത്തിലെ 37-ാമത്തെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗത്ത് കൃത്യമായി ഭാഗ്യവാൻ ആരാണ് എന്ന് വരച്ചു വയ്ക്കുന്നുണ്ട്. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്നവരത്രേ ഭാഗ്യവാന്മാർ. സ്നേഹിതരെ, ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് വന്നു. അവൻ പറഞ്ഞ ഉപമകളെല്ലാം താനുമായി ബന്ധപ്പെട്ട, സഭയുമായി ബന്ധപ്പെട്ട, സഭയുടെ ശുശ്രൂഷകരുമായി ബന്ധപ്പെട്ട ഉപമകളാണ്. ഇവിടെ പറഞ്ഞു വച്ചതിൻ്റെ പൊരുൾ പലപ്പോഴും നാം വേണ്ടവണ്ണം മനസ്സിലാക്കാതെ ഇരിക്കുകയാണ്. കർത്താവ് താൻ പോകുന്നതിന് മുമ്പ് ഈ സഭയിൽ അപ്പോസ്തലന്മാരെയും സുവിശേഷകരെയും നിയമിച്ചാക്കിയിട്ടുണ്ടായിരുന്നു. കർത്താവ് ഈ ശുശ്രൂഷ ഏൽപ്പിച്ച ആളുകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാനും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി കാര്യവും കർത്തൃത്വവും നടത്തുവാൻ, തൻ്റെ സഭാസമൂഹത്തിന് തക്ക സമയത്ത് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുവാൻ, തൻ്റെ സഭയിലെ മക്കളെ സംരക്ഷിക്കുവാൻ, വിശ്വാസത്തിൽ അവരെ നിലനിർത്തുവാൻ, അവരെ കാത്ത് പരിപാലിക്കുവാൻ, അവരെ വചനം പഠിപ്പിക്കുവാൻ, അവരെ അശുദ്ധിയിൽപ്പെടാതെ കാത്ത് വിശുദ്ധിയിൽ സംരക്ഷിക്കുവാൻ ഇടയത്ത് ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട് കുറേ ആളുകളെ. അവരെ വീട് കാവലേൽപ്പിച്ചിട്ട് പോയിരിക്കുന്നു എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. വീട് തൻ്റെ സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. യജമാനൻ കർത്താവാണ്. അവൻ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടവർ യജമാനൻ മടങ്ങി വരുന്നതുവരെ തികഞ്ഞ വിശ്വസ്തയോടും തികഞ്ഞ സമർപ്പണത്തോടും കൂടെ തങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ കർത്തൃത്വം നടത്തുവാൻ കടപ്പെട്ടവരാണ്. ഒരു നിയോഗം ഏറ്റെടുത്തയാൾ ആ നിയോഗത്തിനു വേണ്ടി മുഴുസമയം പരിശ്രമം ചെയ്യണം. നിങ്ങൾ ഒരുപക്ഷെ മുൻപ് എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു കഥ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. ഒരു സമ്പന്നനായ മനുഷ്യൻ, ഉന്നതമായ ജോലിയുള്ള ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് കുറേ ഭൂസ്വത്തുക്കളും ഒത്തിരി ആക്ടിവിറ്റീസുമൊക്കെ ഉള്ളതാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്നയാളാണ്. അദ്ദേഹം തൻ്റെ സ്ഥാപനങ്ങൾക്ക്, തൻ്റെ വീടിനെല്ലാം കൂടെ കാവൽ നിൽക്കാൻ വേണ്ടി ഒരു രാത്രികാല വാച്ച്മാനെ നിയമിച്ചു. അദ്ദേഹം വളരെ കൃത്യതയോടെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഡോക്ടർ ഒരു വലിയ യാത്രയ്ക്ക് ഒരുങ്ങി വന്നപ്പോൾ ഈ വാച്ച്മാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എനിക്കൊരു കാര്യം താങ്കളോട് പറയാനുണ്ട്. ഡോക്ടർ ചോദിച്ചു, എന്താണ്? താങ്കൾ ഈ യാത്ര ഒഴിവാക്കണം. എന്താണ് താങ്കൾ അങ്ങനെ പറഞ്ഞത് എന്ന് വാച്ച്മാനോട് ചോദിച്ചപ്പോൾ വാച്ച്മാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. താങ്കൾ യാത്ര ചെയ്യാൻ പോകുന്ന വാഹനം അപകടത്തിൽപ്പെടാൻ പോകുന്നു. അത് വലിയ വിപത്താണ്. അത്യഗാധമായൊരു കൊക്കയിലേക്കാണ് ആ വണ്ടി മറയാൻ പോകുന്നത്. അതിൽ ഒരുപാട് പേർക്ക് ജീവഹാനി സംഭവിക്കുന്നുണ്ട്. സാറിനും ആ കൂട്ടത്തിൽ അപകടം പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. സാർ, ഒരു കാരണവശാലും യാത്ര ചെയ്യരുത്, ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞു. ഡോക്ടർ ആ വാഹനത്തിലെ യാത്ര ഒഴിവാക്കി മറ്റൊരു യാത്രാമാർഗം കണ്ടുപിടിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയി.
എന്നാൽ മാർഗമധ്യേ ഡോക്ടർ വിഷയമറിഞ്ഞു. താൻ യാത്ര ചെയ്യാൻ ബുക്ക് ചെയ്തിരുന്ന വാഹനം അയാൾ പറഞ്ഞ് അതേ സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടു. ഒത്തിരി പേർക്ക് ജീവഹാനി സംഭവിച്ചു. ഡോക്ടർ ദൈവത്തെ സ്തുതിച്ചു. ഈ വാച്ച്മാൻ്റെ കരുതലിനെക്കുറിച്ച് ഓർത്തു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം തൻ്റെ കർത്തവ്യം കഴിഞ്ഞ് മടങ്ങി തൻ്റെ വീട്ടിൽ വന്നിട്ട് ആദ്യം ചെയ്ത പണി തനിക്ക് ഇത്ര വലിയ ഉപകാരം ചെയ്ത വാച്ച്മാനെ ദാക്ഷിണ്യമില്ലാതെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. കേൾക്കുന്ന ഏത് മനുഷ്യനും ചിന്തിക്കും ഈ ഡോക്ടർ എന്തൊരു നീചനാണ് എന്ന്. ഡോക്ടറോട് ആരോ ചോദിച്ചു, സർ, താങ്കളുടെ ജീവൻ രക്ഷിച്ച ഈ മനുഷ്യനെ ദാക്ഷിണ്യമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്ത് വലിയൊരു വിപത്തായിപ്പോയി. സമൂഹത്തിൽ അങ്ങയുടെ മാനം ഇടിഞ്ഞു പോയല്ലോ. അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഠിനഹൃദയനായി പെരുമാറിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ ചോദ്യകർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ചെയ്തത് ഒരു തെറ്റായിട്ട് തോന്നും, പക്ഷെ ഞാൻ ചെയ്തത് മുഴുവനും ശരിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്താണ് സാർ അങ്ങനെ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ എൻ്റെ വീട്ടിൽ ജോലിക്ക് വച്ചിരിക്കുന്നത് നൈറ്റ് വാച്ച്മാനായിട്ടാണ്, രാത്രി കാവൽക്കാരൻ. അയാൾ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു എന്നാണ് പറഞ്ഞത്. ഉണർന്നിരിക്കുമ്പോൾ ആരും സ്വപ്നം കാണാറില്ല, ഉറക്കത്തിലാണ് സ്വപ്നം കാണാറുള്ളത്. അയാൾ ഇന്നലെ രാത്രി തൻ്റെ ജോലി സമയത്ത് ഉറങ്ങിയത് കൊണ്ടാണ് ആ സ്വപ്നം അയാൾ കണ്ടത്. അതുകൊണ്ട് അയാൾ ആ ജോലിക്ക് യോഗ്യനല്ല. ഇതുപോലെ എല്ലാ രാത്രികളിലും അയാൾ ഉറങ്ങുന്നു, ജോലി ചെയ്യുന്നു എന്നെന്നെ ധരിപ്പിക്കുന്നു, ശമ്പളം പറ്റുന്നു. അയാൾ ഉറങ്ങുമ്പോൾ ഇവിടെ ഒരു അപകടമുണ്ടായാൽ ആരായിരിക്കും അത് ഉദ്ധരിക്കുക? ഇതുപോലെ അവിശ്വസ്തനായൊരു വേലക്കാരനെ എനിക്ക് ആവശ്യമില്ല എന്ന് ആ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ചോദ്യകർത്താവിന് താൻ ചോദിച്ചതിലെ അമളി മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേട്ട് കൗതുകം കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു കാര്യം ഉറപ്പ്, നാം എത്രയൊക്കെ നല്ല കാര്യം ദൈവസന്നിധിയിൽ ചെയ്തു എന്നിരിക്കലും നമ്മുടെ ശുശ്രൂഷയിൽ നാം ഉദാസീനരായി പോയാൽ, കർത്തവ്യത്തിൽ നാം വീഴ്ച വരുത്തിയാൽ നിശ്ചയമായിട്ടും അത് നമുക്ക് നഷ്ടം വരുത്തി വയ്ക്കും. അത് നമുക്ക് ലാഭമാകില്ല, നിശ്ചയമായിട്ടും അത് ഭാഗ്യമാകില്ല, അത് നിർഭാഗ്യമായിരിക്കും. എന്നാൽ യജമാനൻ ദൂരദേശത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ ഉണർന്നിരിക്കുന്നതായി കാണുകയും തന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം കൃത്യതയോടെ നിർവഹിച്ചതായി യജമാനന് ബോധ്യപ്പെടുകയും ചെയ്താൽ യജമാനൻ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇവിടെ വരച്ചു വെച്ചത്, നാം വായിച്ചത്. അങ്ങനെ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. യജമാനൻ എന്തു ചെയ്യുമെന്നാണ് പറഞ്ഞത്? യജമാനൻ അരമുറുക്കി കെട്ടി ഇത്രയും നാൾ ഇവർ ചെയ്ത ശുശ്രൂഷ യജമാനൻ ചെയ്യാൻ ഒരുങ്ങുന്നു. അര കെട്ടുന്നത് ഒരു കാര്യം ചെയ്യാനുള്ള സന്നദ്ധതയുടെ അടയാളപ്പെടുത്തലാണ്. അരമുറുക്കി കെട്ടുന്നവൻ ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയാണ്. അര കെട്ടുന്നത് ഒരു ദൃഷ്ടാന്തമാണ്. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗരാജ്യം സമ്മേളിക്കുന്ന നാളിൽ ഈ ഭൂമിയിൽ ആത്മീയ ശുശ്രൂഷകരെന്ന നിലയിൽ ദൈവമാക്കി വച്ചിട്ടുള്ള കർത്താവിൻ്റെ ഭക്തന്മാരായ കർത്തൃദാസന്മാർ, ഇടവക ശുശ്രൂഷ ചെയ്യുന്ന ഇടയന്മാർ, സഭയുടെ മേലധ്യക്ഷന്മാർ കർത്താവിനു വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, അതിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി, അതിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, അതിൻ്റെ വാതിലുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി, അതിൻ്റെ കോട്ടകൾ സംരക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി ജാഗ്രതയോടെ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവ് ദാസശുശ്രൂഷ ചെയ്യുന്ന അവരെ വിരുന്നുകാരായി സ്വീകരിച്ച് പന്തിക്കിരുത്തി, പിതാവിനോടുകൂടെ പന്തിക്കിരുത്തി പുത്രൻ തമ്പുരാൻ ശുശ്രൂഷ ചെയ്ത് അവർക്ക് വിരുന്നു വിളമ്പുന്ന മനോഹരമായൊരവസ്ഥ വരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്രകാരമൊരു ഭാഗ്യവാനായി തീരാൻ ഞാൻ വളരെ ബദ്ധശ്രദ്ധനായിരിക്കേണ്ടതുണ്ട്. ഞാൻ മാത്രമല്ല, അല്പം കൊണ്ടോ അധികം കൊണ്ടോ കർത്തൃശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട ആളുകളെല്ലാവരും, സുവിശേഷ വേലയ്ക്ക് വിളിക്കപ്പെട്ടവർ, ആളാമ്പ്രതി വേലയ്ക്ക് വിളിക്കപ്പെട്ടവർ, ആതുര ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ, ആത്മീയമായി ഏതെങ്കിലും മേഖലകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവർ, മദ്ബഹാ ശുശ്രൂഷകരായി വിളിക്കപ്പെട്ടവർ, പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടവർ, പ്രധാന ആചാര്യന്മാരായി വിളിക്കപ്പെട്ടവർ, ദൈവം ഒരാളെ തിരഞ്ഞെടുത്തിട്ടാണ് അവരെ ആ സ്ഥാനത്താക്കി വയ്ക്കുന്നത്. അവരെല്ലാവരും കൃത്യതയോടെ ഉണർന്ന് ജാഗരിച്ച് തങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യുന്നവരായിരിക്കണം.
കണക്ക് ബോധിപ്പിക്കേണ്ട നാളിൽ ഞാൻ ഉറങ്ങിപ്പോയി, ഞാൻ അല്പമൊന്ന് ഉദാസീനനായിപ്പോയി, എനിക്ക് വേറെ കുറേ തിരക്കുകളുണ്ടായിരുന്നു, ഞാൻ പലപ്പോഴും എൻ്റെ കാര്യങ്ങൾക്ക് ഉത്സുകനായിരുന്നുവെങ്കിലും അതിനേക്കാൾ പ്രധാനമായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വന്നതുകൊണ്ട്, എൻ്റെ കുടുംബപരമായ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വന്നതുകൊണ്ട് എനിക്ക് അല്പമൊന്ന് പിന്മാറി നിൽക്കേണ്ടി വന്നു, പൊറുക്കണമെന്ന് പറയാൻ ആരും ശ്രമിക്കരുത്. കർത്തൃശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചവൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്ഥാനം കർത്തൃശുശ്രൂഷയ്ക്ക് തന്നെ ആയിരിക്കണം. അപ്പോൾ മറ്റു പലതിലും അല്പസ്വല്പം വീഴ്ചകളൊക്കെ വന്നേക്കാം. ആ മറ്റു പലതിലും വരുന്ന അല്പസ്വല്പം വീഴ്ചകൾ പരിഹരിക്കാനും കർത്താവ് മതിയായവനാണ്. എന്നാൽ കർത്തൃശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും അതൊരു സൈഡ് ബിസിനസ് മാത്രമായി നിർത്തുകയും പ്രധാനപ്പെട്ട ജോലിയായി മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കുകയും മറ്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടുകയും കർത്തൃശുശ്രൂഷയെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്നവർ നിർഭാഗ്യവാന്മാരാണെന്ന് വ്യക്തതയോടെ തിരിച്ചറിയണം. ഏറ്റെടുത്ത ശുശ്രൂഷയിൽ ആത്മാർത്ഥതയില്ലാത്തവർ, ഏറ്റെടുത്ത ശുശ്രൂഷയിൽ മനസ്സ് സമർപ്പിക്കാത്തവർ, ഏറ്റെടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി സമ്പൂർണമായും സമയം കണ്ടെത്താത്തവർ കണക്ക് ബോധിപ്പിക്കേണ്ട നാളിൽ ലജ്ജിച്ചു പോകുമെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ നാം ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ അണിചേരണമെങ്കിൽ ശുശ്രൂഷ ഏറ്റെടുത്ത മുഴുവൻ ആളുകളും തികഞ്ഞ ജാഗ്രതയുള്ളവരായിരുന്നേ മതിയാകുള്ളൂ. ദൈവമക്കളെ, ഒരുപാട് പേരിത് മനഃപൂർവ്വം മറന്നുപോയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഈ ശുഷ്കാന്തി കാണുന്നില്ല. എപ്പോഴും താൻ തൻ്റെ ജനത്തോടൊപ്പം നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ അറിയണം, അവരെ ആരെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, അവരെ ആരെങ്കിലും കൊള്ള ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം, അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ ഒപ്പം നിന്നവരെ സഹായിക്കണം, താങ്ങണം. കർത്താവ് അവരോട് കൂടെ ഇരിക്കുന്നു എന്ന ബോധം അവർക്കുണ്ടാകണം. കഴിഞ്ഞ നാളിലൊരു സഹോദരി പറഞ്ഞ സാക്ഷ്യം ഓർക്കുന്നു. അച്ഛാ, ഞങ്ങളുടെ പള്ളിയിൽ പല വൈദികരും വന്ന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ ഇടവകയിൽ ആരെങ്കിലുമൊക്കെ രോഗിയായി എന്നറിഞ്ഞാൽ പലവട്ടം അദ്ദേഹം വന്ന് സന്ദർശിക്കും, ആശ്വസിപ്പിക്കും, പ്രാർത്ഥിക്കും. സാമ്പത്തിക ഭാരമുണ്ടെന്നറിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും സോഴ്സ് കണ്ടെത്തി അദ്ദേഹം അതിനു വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യും. ഒരാൾ ഓപ്പറേഷന് വിധേയപ്പെടുന്നുവെന്നറിഞ്ഞാൽ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. ആശുപത്രിയിൽ വന്ന് ഓപ്പറേഷൻ തീരുന്നതുവരെ കഴിയുമെങ്കിൽ അവിടെ ഇരുന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കും. സ്വാഭാവികമായും ആ ആളുകൾക്കറിയാം അവർക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ഇടയനുണ്ട് അവർക്ക് എന്ന്. അതാ ജനത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അല്ല ചെയ്യേണ്ടത്, ഏൽപ്പിച്ചവൻ്റെ സംതൃപ്തിക്ക് വേണ്ടി. നമുക്കൊക്കെ അറിയാം, ഒരാളൊരു ഓഫീസിൽ ജോലിക്കാരെ വെച്ചാൽ ആ ജോലിക്കാർ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് യജമാനൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. കൃത്യസമയത്ത് വരിക, കൃത്യമായി ജോലി ചെയ്യുക, കൃത്യസമയത്ത് പോവുക. കൃത്യസമയത്ത് വരാത്തവർ അവിശ്വസ്തരാണ്. കൃത്യസമയത്ത് വരാതിരിക്കുകയും ഒപ്പിട്ട ശേഷം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുകയും പത്രം വായിച്ചും സോഷ്യൽ മീഡിയകളിൽ വ്യാപൃതരായിരുന്നും സമയം കളയുകയും തൻ്റെ കർത്തവ്യം നിർവഹിക്കാതെ അതെല്ലാം തടുത്തുകൂട്ടി വയ്ക്കുകയും ആവശ്യക്കാരുടെ ആവശ്യം നിർവഹിക്കാതിരിക്കുകയും നിലവിളിക്കുന്നവൻ്റെ നിലവിളിക്ക് ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു ഉദ്യോഗസ്ഥനും അവിശ്വസ്തനാണ്, നിർഭാഗ്യവാനായി പോകും. ഇവിടെ ആത്മീയ ശുശ്രൂഷകരെ കുറിച്ചാണ് പറയുന്നത്. ആത്മീയ ശുശ്രൂഷകർ ജാഗ്രതയുള്ളവരും തൻ്റെ ജനത്തിന് വേണ്ടി ലൈവായിട്ട് നിൽക്കുന്നവരുമാകണം. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ജാഗ്രതയുള്ളവനായിരിക്കണം. അത് ഇടവകയുടെ ശുശ്രൂഷയാണെങ്കിൽ അങ്ങനെ, സുവിശേഷ വേലയാണെങ്കിൽ അങ്ങനെ. സുവിശേഷ വേലയിൽ നിൽക്കുന്ന ഒരാൾ ആത്മഭാരം കൈവിട്ടു പോകരുത്. ഈ ലോകത്തിൻ്റെ പാണ്ഡിത്യങ്ങളല്ല ദൈവജനത്തിന് വേണ്ടി പകുത്തു കൊടുക്കേണ്ടത്. ആത്മീക വർധന വരുത്തുന്നത്, അവരെ വിശുദ്ധിയിൽ വളർത്തുന്നത്, അവരെ കർത്താവിനോട് കൂടുതൽ ബന്ധിപ്പിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ദൈവവചനം ആഴമായി വേരോടത്തക്കവണ്ണം അതവരെ പഠിപ്പിക്കണം. അപ്പോൾ യജമാനൻ വരുമ്പോൾ ഉണർന്നിരുന്ന് തൻ്റെ വിശ്വസ്തമായ ജോലി ചെയ്ത് കാണുന്ന സകല ദാസന്മാരും ഭാഗ്യമുള്ളവരാണ്. ഈ ഭാഗ്യകരമായ അവസ്ഥയ്ക്കാണ് എല്ലാവരും യോഗ്യരായി തീരേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് ശുശ്രൂഷയാണോ ഏൽപ്പിക്കപ്പെട്ടത് ആയതിൽ സമ്പൂർണമായ സമർപ്പണമുണ്ടാകണം. കർത്താവ് വരുന്നത് കണക്ക് ചോദിപ്പാനാണെന്നുകൂടെ ഓർക്കണം.
താലന്തുകളുടെ ഉപമയിൽ കർത്താവ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. 5 ലഭിച്ചവൻ മടങ്ങി വന്നു, 5 കൂടെ സമ്പാദിച്ചു, 10 താലന്ത് സമർപ്പിച്ചു. വലിയ ലാഭമുണ്ടാക്കിയ ഈ ദാസനോട് യജമാനൻ പറയുന്നുണ്ട്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന്മേൽ അധികാരിയാക്കും. നീ എൻ്റെ അധികാരത്തിലുള്ള 10 പട്ടണങ്ങളുടെ മേൽ നേതാവായി രാജാവായി വിരാജിക്കുക. വിശ്വസ്തന്മാരെ കൂടുതൽ അധികാരമേൽപ്പിക്കും. 2 ലഭിച്ചവൻ 4 കൊണ്ടുവന്ന് കാഴ്ചവെച്ചപ്പോഴും അത് തന്നെയാണ് അവന് കിട്ടിയ മറുപടി. എന്നാൽ 1 ലഭിച്ചവൻ അത് ഒന്നും ചെയ്യാതെ തുവാലയിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടിട്ട് അത് കൊണ്ടുവന്ന് യജമാനന് കാഴ്ചവെച്ചിട്ട് കഠിനമായ വാക്കുകൾ പറഞ്ഞു. നീ വിതയ്ക്കാത്തത് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞതിനാൽ നീ എന്നെ ഏൽപ്പിച്ച താലന്ത് ഞാൻ കുഴിച്ചിട്ടു, ഇതാ നിൻ്റേത്, നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവനെ കയ്യും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവാൻ യജമാനൻ കൽപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. വിശ്വസ്തരായിരിക്കുക, അവിശ്വസ്തരായിരിക്കരുത്. നമ്മളെ ഏൽപ്പിച്ച താലന്ത് വ്യാപാരം ചെയ്തു കൊള്ളണം. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു നാൾ വരുമെന്ന് ഓർക്കണം. എല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് നമുക്ക് കുറേയധികം കഴിവുകൾ തന്നിട്ടാണ്. ഈ കഴിവുകൾ നാം എന്തിനു വേണ്ടി വിനിയോഗിച്ചു, എത്രത്തോളം വിനിയോഗിച്ചു, എന്തെല്ലാം നേട്ടമുണ്ടാക്കി ആത്മീയമായി. നമ്മൾ ഈ ഭൂമിയിൽ നിശ്ചിത ആയുസ് ജീവിച്ചു തീർത്തതുകൊണ്ട് കർത്താവിനെന്ത് നേട്ടമുണ്ടായി, സഭയ്ക്കെന്ത് നേട്ടമുണ്ടായി, ദൈവരാജ്യത്തിനെന്ത് നേട്ടമുണ്ടായി എന്നുള്ളത് പരിശോധിക്കപ്പെടും. വ്യക്തിപരമായി നമുക്കെന്ത് നേട്ടമുണ്ടായി, നമ്മൾ എത്ര സമ്പാദിച്ചു, എത്ര വീടുകൾ വാങ്ങി, എത്ര വാഹനങ്ങൾ സ്വന്തമാക്കി, എവിടെയൊക്കെ പോയി ജോലി ചെയ്തു, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി, ഇതൊന്നും സ്വർഗരാജ്യത്തിൽ കണക്ക് ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടതില്ല. ഈ ഭൂമിയിൽ നമ്മെ കർത്താവ് ആക്കി വെച്ച ശുശ്രൂഷയിൽ നാം എന്ത് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ കണക്കാണ് ബോധിപ്പിക്കേണ്ടത്. അതുകൊണ്ട് കൃത്യതയോടെ ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ, തികഞ്ഞ ജാഗ്രതയോടെ ഒരുങ്ങണം. പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവർ മുഴുവൻ സമയവും ജാഗ്രതയോടെ പ്രാർത്ഥിച്ചു കൊള്ളണം. വചന ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവർ മുഴുവൻ സമയവും ജാഗ്രതയോടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി പഠിച്ച് വചന ശുശ്രൂഷയിലൂടെ ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കിക്കൊള്ളണം. അതുപോലെ തന്നെ ആത്മീയമായി ദൈവജനത്തെ വചനം പഠിപ്പിക്കുവാൻ അധ്യാപകരായി വിളിക്കപ്പെട്ടവർ വ്യക്തതയോടെ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് പരിജ്ഞാനം പങ്കിടുന്നവരായി തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊള്ളണം. ആളാമ്പ്രതി വേലയ്ക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവർ വ്യക്തിപരമായി സുവിശേഷം കണ്ടെത്തി ആളുകളോട് പറഞ്ഞ് അവരെ കർത്താവിന് വേണ്ടി ഒരുക്കി നിർത്തിക്കൊള്ളണം. കർത്താവിൻ്റെ സഭയിൽ ഇടയത്തെ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടവർ വിശ്വസ്ത ഇടയന്മാരായി ആടുകൾക്ക് വേണ്ടി ജീവൻ വെച്ച നല്ല ഇടയനെ ധ്യാനിച്ച് തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ആടുകളെക്കുറിച്ച് ജാഗ്രതയുള്ളവരും അവരെ കള്ളൻ മോഷ്ടിക്കുന്നില്ല എന്നും അവർക്ക് കേട് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നവരും അവരെ സംരക്ഷിക്കുന്നവരുമായിരിക്കണം. അവർ ഇടവകകളുടെ കാവൽക്കാരായിരിക്കണം. പ്രധാനാചാര്യ ശുശ്രൂഷ നൽകപ്പെട്ടവർ സഭയെ ഒന്നടങ്കം കർത്താവിൽ ചേർത്ത് വയ്ക്കുകയും എല്ലാവരെയും നന്നായി നിയന്ത്രിക്കുകയും തൻ്റെ കീഴിലുള്ള ഇടയന്മാരെ നിരന്തരം പരിശോധന കഴിക്കുകയും അവർ വിശ്വസ്തയോടെ ഞങ്ങൾ വേല ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അവരുമായി നിരന്തരം സമ്പർക്കം ചെയ്യുകയും ഒപ്പം ആടുകളുമായി അടുത്ത് ഇടപഴകുകയും ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിരന്തരമായി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ജനത്തോടുകൂടെ സഞ്ചരിക്കുന്ന ഇടയനെയാണ് കർത്താവ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ജനത്തെ മേയിച്ചു ഭരിക്കുന്ന ഇടയനല്ല, ജനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന, ജനത്തിന് വഴി കാണിക്കുന്ന നല്ല ഇടയൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് വരും നിശ്ചയം. വരുന്ന നാളിൽ അവൻ ദാസന്മാരെ പരിശോധിക്കും. നമ്മൾ ഉറങ്ങുമ്പോഴാണ് യജമാനൻ വരുന്നതെങ്കിലോ, ഉദാസീനരായിരിക്കുമ്പോഴാണ് യജമാനൻ വരുന്നതെങ്കിലോ, ലൗകികമായ ഏതെങ്കിലും വിഷയങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴാണ് യജമാനൻ വരുന്നതെങ്കിലോ, ശുശ്രൂഷ മറന്ന് മറ്റ് പലതിലും വ്യാപൃതരായിരിക്കുമ്പോഴാണ് യജമാനൻ വരുന്നതെങ്കിലോ, ഉത്തരം പറയാൻ നാം ഉത്തരവാദിത്വപ്പെട്ടവരാണെന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ യജമാനൻ്റെ വരവിനായി കാത്തിരിക്കണം. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് നോഹയുടെ കാലത്തെ സംഭവം പോലെയാണ്. കാലം കുറയായി കർത്താവ് വരും, കർത്താവ് വരും, കർത്താവ് വരുമെന്നിങ്ങനെ എല്ലാവരും പറയുന്നു. ഇത് ജനത്തെ പഠിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും കടപ്പെട്ടവർക്ക് പോലും ഇന്ന് വലിയ സംശയമാണ്.
അങ്ങനെയൊന്നും കർത്താവ് വരാൻ പോകുന്നില്ല എന്ന്. ആത്മീയ ശുശ്രൂഷകരായി ഒത്തിരി പേർക്ക് ഈ കാര്യത്തിൽ സന്ദേഹമുണ്ട്. അതവരുടെ പെരുമാറ്റത്തിലും നടപടിക്രമങ്ങളിലും പലപ്പോഴും അവരുടെ പഠിപ്പിക്കലുകളിലുമൊക്കെ മുഴച്ചു നിൽക്കുന്നുണ്ട്. കർത്താവ് വീണ്ടും വരുമെന്ന് സംശയിക്കുകയും വരികയില്ല എന്ന് ഏകദേശം മനസ്സിൽ ഉറപ്പിക്കുകയും ഇതൊക്കെ ഈ കഴിഞ്ഞ 2000 വർഷമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ലാത്ത ചിന്തകളാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഉദാസീനരായി പോകുന്ന കുറേയധികം കർത്തൃദാസന്മാരും ശുശ്രൂഷകരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർ കർത്താവിൻ്റെ ശുശ്രൂഷയെ തങ്ങൾക്ക് വ്യക്തിപരമായ ആദായ സൂത്രങ്ങളായി അധപ്പതിപ്പിക്കുകയും റൂട്ട് മാറ്റിവിടുകയും ഒക്കെ ചെയ്യുന്നത്. എനിക്കൊരു യജമാനനുണ്ടെന്നും യജമാനനെ നിയമിച്ചിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിലായതെന്നും യജമാനന് വേണ്ടിയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടതെന്നും യജമാനൻ മടങ്ങി വരുമെന്നും യജമാനൻ എന്നോട് കണക്ക് ചോദിക്കുമെന്നും കണക്ക് ചോദിക്കുന്ന നാളിൽ ഞാൻ കൃത്യമായി കണക്ക് കൊടുക്കേണ്ടതാണെന്നും ഹൃദയത്തിൽ ബോധ്യമുള്ള ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ഒരിക്കലും സ്വാർത്ഥനാകാൻ കഴിയില്ല, ഒരിക്കലും അലസനാകാനും കഴിയില്ല. തൻ്റെ ശുശ്രൂഷ മറന്ന് വേറെ ഏതെങ്കിലും വിധത്തിൽ വേറെ ഏതെങ്കിലും വിഷയത്തിൽ വ്യാപൃതനാകാനും കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. അങ്ങനെ യജമാനൻ നമ്മെ വന്ന് അവിശ്വസ്തരായി കണ്ടാൽ നാം ശിക്ഷിക്കപ്പെടും. വിശ്വസ്തരായി കണ്ടാൽ അത് ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശുശ്രൂഷകരെ യജമാനന്മാരാക്കി മാറ്റിയിട്ട് യജമാനൻ ശുശ്രൂഷകനായി മാറുന്ന ഒരവസ്ഥ വരുമെന്നാണ് വചനം നമ്മളോട് പഠിപ്പിച്ചത്. ദാസന്മാരെ പന്തിക്കിരുത്തും, യജമാനൻ അരകെട്ടി അവർക്ക് ശുശ്രൂഷ ചെയ്യും. ഇത് കർത്താവ് സഹീയോൻ ഊട്ടുശാലയിൽ വെച്ച് തിരുവത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പുനരാഗമനത്തിൽ വിശ്വസ്ത ശുശ്രൂഷകർക്കായി താൻ കരുതി വച്ചിരിക്കുന്ന ശുശ്രൂഷ, താൻ അവരുടെ പാദം കഴുകി അരകെട്ടി അവരുടെ പാദത്തിൽ ശുശ്രൂഷ ചെയ്ത് അവർക്ക് വിരുന്നു വിളമ്പി അവരെ സംതൃപ്തരാക്കും. യജമാനൻ സംതൃപ്തനായാൽ ദാസന്മാരെ അവൻ സംതൃപ്തനാക്കും. യജമാനൻ അസംതൃപ്തനായാൽ ദാസന്മാരുടെ സംതൃപ്തി അവിടം കൊണ്ട് തീരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശ്വസ്തനായ നല്ല യജമാനൻ്റെ എഴുന്നള്ളത്തിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുന്നവരായി മാറുവാൻ എല്ലാ ശുശ്രൂഷകർക്കും ഉത്തരവാദിത്വം ഉണ്ടാകട്ടെ എന്ന് ആശിക്കുകയാണ്. ആരെങ്കിലും ഉദാസീനരായിരിക്കുന്നുവെങ്കിൽ ഉണർന്നുകൊള്ളുക. ആരെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യത്തിൽ നിന്ന് പിന്നോക്കം പോയെങ്കിൽ യഥാർത്ഥത്തിലുള്ള അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശുശ്രൂഷയിലേക്ക് മടങ്ങി വരിക. ആരെങ്കിലും മറ്റേതെങ്കിലും വിഷയത്തിൽ വ്യാപൃതരായിരിക്കുന്നുവെങ്കിൽ ആക്കി വയ്ക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് പൂർണ്ണ ജാഗ്രതയോടെ അടുത്തു വരിക. കണക്ക് ബോധിപ്പിക്കേണ്ട നാൾ വരുന്നു എന്ന് മറക്കാതിരിക്കുക. ഒരു സമ്പൂർണമായ ഒരുക്കം എല്ലാ കർത്തൃദാസന്മാരിലും ഉണ്ടാകുവാൻ ഈ ധ്യാനചിന്ത ഉതകുമാറാകട്ടെ. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പാദപീഠത്തിലിരുന്ന് ഞങ്ങളോട് ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി നീ വളരെ ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാരെന്ന്. ദൈവമേ, സത്യമായിട്ടും ആ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ ഞങ്ങളും കാണുമാറാകണമേ. ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകളെല്ലാം കൃത്യതയോടെ ചെയ്യുന്നവരും ഉദാസീനരാകാതെ ഉണർന്നിരിക്കുന്നവരും സ്വപ്നലോകത്ത് ജീവിക്കാതെ വർത്തമാന ലോകത്ത് ജാഗ്രതയോടെ ജീവിക്കുന്നവരും കർത്താവ് വരുമ്പോൾ വിശ്വസ്തയോടെ കണക്ക് ബോധിപ്പിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടയന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാവരം ലഭിച്ചവർക്ക് വേണ്ടിയും ആളാമ്പ്രതി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തിരുമുമ്പിൽ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് പാത്രങ്ങളായി തീരുവാൻ, ഭാഗ്യമുള്ളവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിനയപൂർവ്വം സമർപ്പിക്കുന്നു. അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.